ഇത്രയും സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുള്ള സ്ഥിതിക്ക് അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുക്കുന്ന തുല്യമാകും. പിന്നെ എന്താണ് സർ വഴി? ഒരു വഴിയുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചാൽ he can give a statement. ഹൗ? ചുമ്മാ ഒരാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കാൻ നോക്കുമോ? ഒരു കേസോ റെഫറൻസോ ഒന്നുമില്ലാതെ. പിന്നെ അവൻ ഇപ്പോൾ തന്നെ അവരുടെ കണക്കിൽ ജയിൽ ചാടിയ പ്രതിയാ. അവന്റെ തലവട്ട കണ്ടാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും. ഇനി ഒരു പെറ്റീഷൻ മൂവ് ചെയ്താൽ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആൾ ഒരു കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞാൽ ഹൈക്കോടതി വിൽ ഡെഫിനറ്റ്ലി റെഫർ ഇറ്റ് ടു ദ പോലീസ്. പോലീസുകാർ പ്രതിയെ തിരിച്ചിടണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ബിക്കോസ് പോലീസ് ഹാസ് ഗോട്ട് ദ ഫസ്റ്റ് ചാർജ് അഗൈൻസ്റ്റ് ഹിം. അല്ലെങ്കിൽ ഇതൊക്കെ പത്രത്തിലൂടെ കൊണ്ടുവന്നാലോ? പാടില്ല. പത്രത്തിൽ വന്ന വാർത്ത എവിഡൻസ് അല്ല. ഈ കാര്യത്തിൽ ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. ഓൺലി ദ കോർട്ട് ക്യാൻ ഹെൽപ്പ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കലും ആക്ഷനും ഒന്നിച്ചായിരിക്കണം. അല്ലെങ്കിൽ അത് ആപത്താണ്. പിന്നെന്താണ് സാർ ഒരു പോംവഴി? മണ്ടത്തരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പറഞ്ഞോളൂ. ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്താൽ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഹൗ? അച്ഛാ, എല്ലാവർക്കും അറിയാം സാറിന് ഈ കേസിലുള്ള താല്പര്യം. ബഷീർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ജയിൽ ചാടിയ ബഷീറിനെ സാർ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് റിട്ട് മൂവ് ചെയ്താൽ ബഷീറിന്റെ ഉമ്മ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു ഗീത, താങ്ക് യു വെരി മച്ച്. സാറ് തന്നെ നാളെ ഹൈക്കോടതി മൂവ് ചെയ്താൽ മതി എഗൻസ്റ്റ് മീ. അവനെ ഹാജരാക്കണമെന്ന് കോടതിക്ക് ഓർഡർ വരും. പിന്നെ ജഡ്ജിന് മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല. ഹേബിയസ് കോർപ്പസ് റിട്ട് നാളെ തന്നെ സാറ് ഫയൽ ചെയ്യണം. ഞാൻ ബഷീറിന്റെ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്. വൺസ് അഗൈൻ താങ്ക് യു ഗീത, താങ്ക് യു വെരി മച്ച്.